ജനുവരി 20-ന് അമേരിക്കൻ പ്രസിഡന്റായി വൈറ്റ് ഹൗസിലേക്ക് മടങ്ങിയെത്തുന്നതോടെ ട്രംപ് എന്തൊക്കെ തീരുമാനങ്ങളാണ് രണ്ടാം ടൈമിൽ പ്രഖ്യാപിക്കുക എന്ന ആകാംക്ഷയിലാണ് അമേരിക്കയിലെ ജനങ്ങൾ. രാജ്യത്ത് 11 ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നിലപാടാണ് സ്വീകരിക്കുകയെന്ന് ട്രംപ് മുമ്പ് സൂചന നൽകിയിട്ടുമുണ്ട്. ട്രാൻസ്ജെൻഡർ അവഗണന, യുക്രൈനിലെ സമാധാനം, കുടിയേറ്റ വിരുദ്ധത തുടങ്ങിയ വിഷയങ്ങളിൽ ട്രംപ് ആദ്യമേ തന്നെ തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ആദ്യത്തെ നിലപാട് അദ്ദേഹം അറിയിക്കുന്നത് കുടിയേറ്റത്തിലാണ്. അമേരിക്കയിലെ 11 ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നിലപാടാണ് ട്രംപ് വാഗ്ദാനം ചെയ്യുന്നത്. താൻ അധികാരത്തിലെത്തുമ്പോൾ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. അതിനാൽ തന്നെ കുടിയേറ്റ നയത്തിന്റെ മറ്റു വശങ്ങളിൽ അദ്ദേഹം എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പുറപ്പെടുവിക്കുമെന്ന് വിശകലന വിദഗ്ധർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അമേരിക്കയിലേക്ക് കുടിയേറ്റുന്നതിന്റെ ഭാഗമായി താമസിക്കാൻ അപേക്ഷ സമർപ്പിക്കുന്നവർ ഉപയോഗിക്കുന്ന ആപ്പിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാനും സാധ്യതകൾ ഏറെയാണ്. അടുത്തതായി അദ്ദേഹം പ്രധാനമായും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് വ്യാപാര യുദ്ധങ്ങളിലാണ്. മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകൾക്ക് 25% ചുങ്കം ചുമത്തുമെന്ന് ട്രംപ് പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്നുകളുടെയും രേഖകളില്ലാത്ത കുടിയേറ്റക്കാരുടെയും ഒഴുക്ക് തടയുന്നതിൽ കാനഡയും മെക്സിക്കോയും പരാജയപ്പെട്ടുവെന്നാണ് ട്രംപിന്റെ ആരോപണം. മാത്രമല്ല, കാനഡയോട് അമേരിക്കയുടെ 51ാമത് സംസ്ഥാനമായിക്കൊള്ളാനുള്ള ട്രംപിന്റെ നിർദ്ദേശവും ആഗോളതലത്തിൽ വൻ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ചൈനയ്ക്കുള്ള താരിഫിലും വലിയ മാറ്റങ്ങൾ കാണാം. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10% തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലുള്ള താരിഫുകൾക്ക് പുറമെയെന്ന് ചൈനക്കാർക്കെതിരെ ഇപ്പോൾ പുതിയ താരിഫ് ചുമത്തിയിരിക്കുന്നത്. തന്റെ ആദ്യ ടൈമിൽ നിലവിലുള്ള താരിഫുകളും കൂട്ടിച്ചേർക്കുന്നു. ഫെന്റനൈൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസഘടകങ്ങൾ ചൈന അനുവദിച്ചതാണ് ട്രംപിന്റെ ആരോപണം. അടുത്ത പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നാണ് മാപ്പ് നൽകൽ. 2021 ജനുവരി 6-ന് അമേരിക്കൻ ക്യാപിറ്റലിൽ നടന്ന കലാപത്തിൽ ഉൾപ്പെട്ടവർക്ക് മാപ്പ് നൽകാമെന്ന് നിയുക്ത പ്രസിഡന്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ട്രംപ് അവരെ ബന്ദികൾ, രാഷ്ട്രീയ തടവുകാർ എന്നിങ്ങനെ വിശേഷിപ്പിക്കുകയും സംഭവവുമായി ബന്ധപ്പെട്ട് താൻ വലിയ മാപ്പ് നൽകുമെന്ന് പറയുകയും ചെയ്യുന്നു. യുദ്ധങ്ങളും നയതന്ത്രങ്ങളിലും അദ്ദേഹം മാറ്റം വരുത്താനുള്ള സാധ്യത ഏറെയാണ്. തന്റെ സ്ഥാനാരോഹണത്തിന് മുമ്പ് ഹമാസ് ഇസ്രായേലി ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ മധ്യപൂർവ്വ ദേശത്ത് യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. മാത്രമല്ല, യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്നും ട്രംപ് പറയുന്നു. ഏകദേശം 3 വർഷത്തെ സംഘർഷം 24 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കണമെന്നാണ് ട്രംപിന്റെ പ്രതിജ്ഞ. കാലാവസ്ഥയിലും വലിയ മാറ്റങ്ങൾ ട്രംപ് കൊണ്ടുവരുന്നു. ഹരിത സമ്പദ് വ്യവസ്ഥയിലുള്ള പരിവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇലക്ട്രോണിക് വാഹനങ്ങൾക്കായുള്ള നികുതി എടുത്തുകളയാനും പദ്ധതിയുണ്ടെന്ന് ട്രംപ് അനുകൂലികൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഓഫ് ഷോർ ഡ്രില്ലിംഗ് വർദ്ധിപ്പിക്കാനും ട്രംപ് ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും അത് ചെയ്യുന്നതിന് കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നാണ് അമേരിക്കയിലെ ട്രാൻസ്ജെൻഡർ അവകാശങ്ങളും വംശവും. തന്റെ 1-ാം ദിവസം തന്നെ ട്രാൻസ്ജെൻഡർ ഭ്രാന്ത് അവസാനിപ്പിക്കാൻ പോകുന്നുവെന്ന് ട്രംപ് ഡിസംബർ 1 വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ട്രാൻസ്ജെൻഡർമാരെ സൈന്യത്തിൽ നിന്നും, പ്രാഥമിക വിദ്യാലയങ്ങളിൽ നിന്നും, മിഡിൽ സ്കൂളുകളിൽ നിന്നും പുറത്താക്കുമെന്ന് ട്രംപ് പ്രതിജ്ഞയെടുത്തു. ആണും പെണ്ണും എന്ന 2 ലിംഗങ്ങളെ മാത്രമേ അമേരിക്കൻ സർക്കാർ അംഗീകരിക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തൊക്കെയാണെങ്കിലും ഉടനെ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ പോവുകയാണ്. അതിനാൽ തന്നെ നിരവധി ആളുകൾ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് യുക്രൈന്റെ പ്രധാനമന്ത്രിയെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല എന്നൊരു ആരോപണം വരികയാണ്. എന്താണെങ്കിലും അമേരിക്കയുടെ പ്രസിഡന്റ് ആയി കഴിഞ്ഞ് ഡൊണാൾഡ് ട്രംപ് എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രാവർത്തികമാക്കാൻ പോകുന്നതെന്നുള്ളതും അതിനെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതും നമുക്ക് കണ്ടു തന്നെ അറിയാം.